ഇതാണ് CPM-ന്റെ വിശദീകരണം. ഈ സർക്കാരിന്റെ സ്മൂത്തായിട്ടുള്ള ഭരണത്തിന് എതിരെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചും ഉപരോധം തീർത്തും ഈ സർക്കാരിനെ വരിഞ്ഞു മുറുക്കിയവർ വിജയിക്കുകയും സർക്കാർ അതിൽ വിശദീകരിക്കാൻ ശ്രമം നടത്തിയെങ്കിലും നവകേരള സദസ്സടക്കം വന്നുവെങ്കിലും സർക്കാർ അതിൽ വിശദീകരിക്കുന്നതിൽ വിജയിച്ചുവെങ്കിലും വിശ്വസിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നതാണ് പാർട്ടിയുടെ നിലപാട്. പാർട്ടി അതിനെ ഇങ്ങനെയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി എന്താ പറയുന്നത്? സർക്കാരിനെതിരായ സംഘടിത പ്രചരണങ്ങളെ പ്രതിരോധിക്കാനും ജനങ്ങളുടെ തെറ്റിദ്ധാരണ നീക്കാനും ശ്രമം ശക്തമാക്കും. പറയുന്നത് മുഖ്യമന്ത്രിയാണ്. ജനവിധി അംഗീകരിച്ചും ആഴത്തിൽ പരിശോധിച്ചും തിരുത്തൽ വരുത്തിയും സർക്കാർ മികവോടെ പ്രവർത്തിക്കും. ആവശ്യമായ പരിശോധനയും തിരുത്തലും നടത്തുമെന്ന് പാർട്ടി സെക്രട്ടറി വി ഗോവിന്ദൻ പറയുന്നു. ജിൻഡോ, ഇത് ഈ പാർട്ടി വളരെ വിനയാന്വിതമാവുകയാണ് വീണ്ടും. നോക്കൂ, 2019 ഈ ഒരു കനൽ തെരിക്കു ശേഷം നിയമസഭയിൽ ജ്വലിച്ചത് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഈ പാർട്ടി എഴുതത്തള്ളാറായിട്ടില്ലെന്ന് മാത്രമല്ല, പാർട്ടിയുടെ വോട്ട് ശതമാനം നോക്കിയാൽ കാര്യമായ ഇടിവും സംഭവിച്ചിട്ടില്ല. ശരിയാണ്, വർധനയുണ്ടായിട്ടില്ല, പക്ഷേ കാര്യമായ ഇടിവും സംഭവിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇത് ഒരു UDF വേവാണ്. ഇത് മോദി വിരുദ്ധമായ ഒരു തരംഗമുണ്ട്. അവിടെ കോൺഗ്രസിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ചു. അത് സംസ്ഥാന നിയമസഭകളിലേക്ക് കൺവേർട്ട് ചെയ്താൽ നിങ്ങൾ 2021 പരാജയമായിരിക്കും ഏറ്റുവാങ്ങാൻ പോകുന്നത്. അതാണ് KS അരുൺകുമാർ പറഞ്ഞതിലെ ചുരുക്കം. അല്ല, KS അരുൺകുമാർ പറഞ്ഞതുപോലെ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം നിപ്പയും കോവിഡും ഒന്നും ഈ രാജ്യത്ത് ഇനിയും വരാതിരിക്കട്ടെ. കാരണം അതിൻ്റെ ആനുകൂല്യത്തിൽ ഇപ്പോൾ തുടർഭരണം കിട്ടിയ ഒരു സർക്കാരിൻ്റെ പ്രതിനിധിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എൻ്റെ വിഷയം ഇതാണ്. ഇന്നും പിണറായി വിജയൻ പറയുന്നത് സർക്കാരിനെതിരെയുള്ള ആക്ഷേപങ്ങൾ ജനങ്ങൾ വിശ്വസിച്ചു എന്നാണ്. സർക്കാരിനെതിരെ ആക്ഷേപങ്ങൾ വെറുതെ ആരും പറയുന്നതല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇപ്പോഴും അദ്ദേഹം ഉൾപ്പെടെയുള്ള CPM-ന്റെ നേതാക്കന്മാർ, ഭരണകർത്താക്കൾ വിശ്വസിക്കുന്ന സർക്കാരിനെതിരെയുള്ള ആക്ഷേപങ്ങൾ മറ്റാരോ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന പടച്ചുണ്ടാക്കുന്നതെന്നാണ്. അങ്ങനെയല്ല. ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഈ സർക്കാരിനെതിരെ കൃത്യമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് പാർട്ടി അണികൾ ഉൾപ്പെടെയുള്ളവർക്കുണ്ടെന്നാണ് MV ഗോവിന്ദൻ എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയുടെ മണ്ഡലത്തിലടക്കം K സുധാകരൻ എന്ന് പറഞ്ഞ KPCCയുടെ പ്രസിഡന്റിന് വലിയ ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പിണറായി വിജയന്റെ സ്വന്തം ബൂത്തിൽ പോലും കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സർക്കാരിനെതിരെയുള്ള ആക്ഷേപം കോൺഗ്രസിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ സൃഷ്ടിയല്ല, അത് യാഥാർത്ഥ്യമാണെന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും പിണറായി വിജയൻ ഉണ്ടാകണം. ഒന്നാമത്തത്. രണ്ടാമത്, പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത് തിരുത്തൽ വരുത്തുമെന്ന. തിരുത്തൽ വരുത്തേണ്ടത് പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിലുള്ള ആളുകളെയോ അല്ലെങ്കിൽ ഇതിനെതിരെ സംസാരിക്കുന്ന ആളുകളെയോ അല്ല നിങ്ങൾ തിരുത്താൻ പോകേണ്ടത്. ആദ്യം തിരുത്തേണ്ടത് നിങ്ങളുടെ കാരണബോധനയാണ്. തറവാടിന്റെ ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പുകഴ്ത്തുന്ന ഈ വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് BGM ഇട്ട് അദ്ദേഹത്തെ പുളകം കുളിക്കുന്നതിന് പകരം അദ്ദേഹത്തെ വിളിച്ച് പാർട്ടി മീറ്റിംഗിൽ വിളിച്ച് തിരുത്താനുള്ള ആർജവം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കാണിക്കണം. ഇനി അരുൺകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, വിനയാന്വിതരായിട്ട് വീണ്ടും ആളുകളെ സമീപിക്കുമെന്ന്. എനിക്ക് മനസ്സിലാകുന്നില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോറ്റതിന് ശേഷം ഞങ്ങൾ വിനയാന്വിതരായിട്ട് വീട് കയറി പ്രചാരണം നടത്തി നിയമസഭാ ഇലക്ഷൻ ജയിച്ചു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ശരി തന്നെ, നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് സമ്മതിച്ചാൽ നിങ്ങൾ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടാണോ വിനയാന്വിതരാകുന്നത്? വിനയാന്വിതരാകുക എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയും ആ പാർട്ടിയുടെ നേതാക്കന്മാരും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളൊക്കെ വിനയാന്വിതരാകുക എന്ന് പറഞ്ഞാൽ അതൊരു ശൈലിയായിട്ട് മാറണം, പെരുമാറ്റത്തിന്റെ രീതിയായിട്ട് മാറണം. അല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മാത്രം വിനയാന്വിതരാകുന്ന ആ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി അല്ല ഇവിടെ CPM സ്വീകരിക്കേണ്ടത്. രണ്ടാമത്, നിങ്ങൾ പറയുന്നത് നല്ല ഭരണം കാഴ്ചവെച്ചുവെന്ന്. എന്താ ഇവിടെ നടത്തിയ നല്ല ഭരണം? ഇവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സന്തോഷവും സമാധാനവും കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഹാപ്പിനെസ് ഇൻഡെക്സിൽ കേരളം വലിയ രീതിയിൽ വളരുന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ മനസ്സമാധാനത്തോടെ പുറത്തിറങ്ങി നടക്കാൻ ആളുകൾക്ക് കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. നാട്ടിലെ ഗുണ്ടകളൊക്കെ പോലീസുകാർ നല്ലതാണെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഗുണ്ടകൾ നടക്കുന്ന സൽക്കാരത്തിൽ DYSP ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇവിടെ ഒരു രീതിയിലും പെൻഷനില്ല, റേഷനില്ല, സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ സാധനങ്ങളില്ല. ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം മോദി സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ച് നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കുന്ന സാഹചര്യത്തിലാണ് നവകേരള സദസ്സ് നടത്തുന്നത്. അതിനെതിരെ പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാരെ തല്ലിക്കൊല്ലാൻ നോക്കുമ്പോൾ അത് ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി പറയുന്നത്, ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നത്. അതേ സാഹചര്യത്തിൽ തന്നെ കേരളീയം നടത്തി ധൂർത്ത് നടത്തുന്നത്. ഇവിടെ പാവപ്പെട്ട മറിയക്കുട്ടിക്ക് 1600 രൂപ പെൻഷൻ കൊടുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ പണം കിട്ടാത്തത് കൊണ്ടാണ് വൈകുന്നതെന്ന് പറയുന്ന കാലഘട്ടത്തിൽ തന്നെ കോടിക്കണക്കിന് രൂപ ധൂർത്തടിക്കുന്ന കേരളീയം നിങ്ങൾ നടത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാ? പട്ടിണി കിടക്കുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ചല്ല കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ കുറിച്ച് നിങ്ങൾ പറയേണ്ടത്. ഇവിടെയുള്ള ആളുകൾക്ക് ഇവിടുത്തെ PSCയിലെ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള PSC റാങ്ക് ലിസ്റ്റിൽപ്പെട്ട 9464 ചെറുപ്പക്കാർ 62 ദിവസത്തെ സമരം അവസാനിപ്പിച്ചുകൊണ്ട് കോരിച്ചൊരിയുന്ന മഴയെ സാക്ഷിയാക്കി കണ്ണീർ മഴയുമായിട്ട് അവർ വീട്ടിലേക്ക് പോയില്ലേ? പട്ടിണി കിടന്നും മുട്ടിലഴിഞ്ഞും സമരം ചെയ്ത് ആ ചെറുപ്പക്കാരോട് നീതി പുലർത്താൻ പിണറായി വിജയൻ സർക്കാരിന് സാധിച്ചോ? ഇല്ല. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ചിലത് സത്യമുണ്ട്, ചിലത് അർത്ഥസത്യമുണ്ട്, ചിലത് വളരെ ഭാവുകത്വം കലർന്നതുണ്ട്. ഇപ്പോൾ PSCയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ നടത്തിയ സംസ്ഥാനം കേരളമല്ലേ? മറിച്ചൊരു ചോദ്യമുണ്ട്, വിനയാന്വിതരായവരുടെ കാര്യത്തിൽ എന്താണ് വിനയാന്വിതരായ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽ BJP ലീഡ് നേടാൻ കാരണം സർ?
അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കേരളത്തിൽ BJP ലീഡ് ചെയ്ത മണ്ഡലങ്ങളോ എല്ലാം നിങ്ങളെടുത്തോ, കോൺഗ്രസ് ഇപ്പോഴും 110-ലധികം സീറ്റുകളിൽ ഭൂരിപക്ഷം നേടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ BJPക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നത്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ തന്നെ RSSന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞത് ആനി രാജ എന്ന് തൃശ്ശൂരിൽ സുനിൽകുമാറിന് 12,000 വോട്ടുകൾ കൂടുകയും അവിടെ കഴിഞ്ഞ തവണ TN പ്രതാപൻ പിടിച്ചതിൽ നിന്ന് 87,000 വോട്ടുകൾ BJPയിലേക്ക് പോവുകയും ചെയ്തു. BJPയിലേക്ക് 87,000 വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് പോവുകയും അവിടെ CPM 12,000 വോട്ടുകൾ കൂടുകയും ചെയ്താൽ ആരുടെ വോട്ടാണ് പോയത്? ആരാണ് ശ്രദ്ധിക്കേണ്ടത് തൃശ്ശൂരിൽ? അല്ല, ഇതില് വോട്ട് ആരുടെയാണ് പോയതെന്ന് വോട്ട് ചെയ്ത മുഴുവൻ ആളുകളെയും എണ്ണി തിരിഞ്ഞ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് ഓരോ തെരഞ്ഞെടുപ്പിലും തോൽക്കുമ്പോൾ അത് ഞങ്ങളുടെ വോട്ടാണ്, മറ്റൊരാളുടെ വോട്ടാണെന്നൊക്കെ പറയുമ്പോൾ കണക്കാണ്. അവിടെ നിങ്ങൾക്ക് 87,000 വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്നത് കണക്കാണ് ജിൻഡോ, എന്റെ ഭാവനാവിലാസമല്ല, അത് കണക്കാണ്. ആ കണക്കിൽ നിങ്ങൾ അംഗീകരിക്കണ്ടേ? ആ കണക്കിൽ 87,000 വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നഷ്ടപ്പെട്ടു, അതേസമയം BJPക്ക് വോട്ട് വർദ്ധിച്ചു. വളരെ സിമ്പിൾ അല്ലേ കോറിലേഷൻ? അല്ല അരുൺ, അതിൽ ഞാൻ പറയട്ടെ, ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 4,15,089 വോട്ടാണ് കോൺഗ്രസ് UDF അവിടെ നേടിയ വോട്ട് അല്ലേ? അവിടെ LDF അന്ന് മേടിക്കുന്നത് 3,21,456 വോട്ടാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഈ അരുൺകുമാർ പറഞ്ഞ വിനയാന്വിതരായിട്ടുള്ള നേതാക്കന്മാർ വീട് കയറി അഭ്യർത്ഥിച്ചപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയത് 3,52,778 വോട്ടേ, അത്രയും വോട്ടേ കഴിഞ്ഞ് ലാസ്റ്റ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾക്ക് LDFന് കിട്ടിയത് 4,85,117 വോട്ട് LDFന് ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കിട്ടിയിട്ടുണ്ട്. അത് സമർത്ഥമായ ഒരു കണക്കാണ്. ലോക്സഭയും തമ്മിലാണ് നമ്മൾ താരതമ്യം ചെയ്യേണ്ടത്. ലോക്സഭയും നിയമസഭയും തമ്മിലല്ല നമ്മൾ താരതമ്യം ചെയ്യേണ്ടതെന്നാണ് എന്റെ പക്ഷം. ലോക്സഭയും നിയമസഭയും തമ്മിൽ താരതമ്യം ചെയ്താൽ അങ്ങനെ ഒട്ടേറെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളാണ് വിജയിച്ചു നിൽക്കുന്നത്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും കേരളത്തിൽ ഒരു UDF വേവ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എന്റെ വാദം. അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ അപ്പോഴും തൃശ്ശൂരിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ആരുടെ നഷ്ടപ്പെട്ടു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച്? അതായിരുന്നു എന്റെ പ്രധാനപ്പെട്ട കൺസേൺ. പക്ഷേ താങ്കൾ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട വിവരമുണ്ട്. അതായത് ഈ സർക്കാരിന്റെ ഭരണത്തിനെ കുറിച്ചുള്ള വിലയിരുത്തൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അതെവിടെ ശൈലി മാറേണ്ടതില്ലേ എന്നതാണ് പ്രസക്തമായ ചോദ്യം. ജിൻഡോ, ആ ചോദ്യമാണ് നമ്മൾ ഈ ചർച്ചയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം.